ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കെല്ലാവർക്കും അറിയാം, വെബ്സൈറ്റ് ഡിസൈൻ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം ഒരുപാട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വളരെ പോപ്പുലറായിട്ടുണ്ട്. അതിൽ വളരെ നിയറസ്റ്റായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വെബ്സൈറ്റ് ഇന്ന് ഗ്ലോബലി വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു, വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമാണ് Relume എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. അതായത് relume.io എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ വരിക. വളരെ അമേസിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സെക്ഷൻസുകൾ ഇങ്ങനെ കാണാം. അതിൽ Relume തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറേ സർവീസുകളുടെ, കുറേ പ്ലാറ്റ്ഫോമുകളുടെ കുറേ വിഡ്ജറ്റ്സുകൾ ഇവിടെ കാണാം. ഇതിനകത്തായിട്ട് നമുക്ക് റൈറ്റ് ബോട്ടത്തിലായിട്ട് നോക്കിയാൽ AI സൈറ്റ് ബിൽഡർ എന്ന് പറയുന്നതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. AI സൈറ്റ് ബിൽഡർ. ഓക്കെ, അതിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി Relumeയുടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു ജനറേറ്ററിലേക്ക്, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റിനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിവേ നമുക്ക് ഈ Relumeയിൽ ആദ്യം തന്നെ ഒന്ന് ലോഗിൻ ചെയ്യാം. കാര്യം നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ uxuimania എന്നുള്ള ചാനലിൻ്റെ പേരിൽ, നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലോഗിൻ എടുത്തുകൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ Relume ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് റൈറ്റ് ടോപ്പിലായിട്ട് നമുക്ക് ബിൽഡ് എ സൈറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ഇതിലേക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനുണ്ട്. ഫിഗ്മയും വെബ്ഫ്ലോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് നോക്കാം. എനിവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോപ്പിൽ ബിൽഡ് എ സൈറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക്, ഒരു ബട്ടൺ ഇവിടെ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നേരിട്ട് വരുന്നത് ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈറ്റ് മാപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈറ്റ് എങ്ങനെ പോകണം, എത്ര പേജ് ഉണ്ടായിരിക്കണം, ആ പേജിൽ എന്തൊക്കെ വരണം എന്നുള്ളതാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപാട് ഡിസൈനേഴ്സും മറ്റു UXകാരൊക്കെ ഇരുന്ന് ബ്രെയിൻ സ്റ്റോമൊക്കെ ചെയ്താണ് പലപ്പോഴും പല കമ്പനികളിലും സൈറ്റ് മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് സൈറ്റ് മാപ്പും ക്രിയേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്പർ ഓഫ് പേജസ്, നിങ്ങൾക്ക് എത്ര പേജ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 5 പേജ് വേണമെങ്കിൽ 5 പേജ് ഇടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഫോർ എ UX ഡിസൈനർ ടു ഷോ ഓഫ് ദെയർ വർക്ക്സ്, അല്ലെങ്കിൽ പ്രോജക്ട്സ് എന്ന് ചുമ്മാ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. പ്രോജക്ട്സ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു UX ഡിസൈനറുടെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വേണം. അയാളുടെ പ്രോജക്ട്സ് ഒക്കെ ഷോ ഓഫ് ചെയ്യാനുള്ളൊരു പ്രോംപ്റ്റാണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് ജനറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളുക, ജനറേറ്റ് കൊടുക്കുമ്പോൾ അവർ തന്നെ Relume തന്നെ AIയുടെ സഹായത്താൽ നമുക്ക് ഏതൊക്കെ പേജുകൾ വേണം, ആ പേജിൽ എന്തൊക്കെ വേണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് സൈറ്റ് മാപ്പാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ലോഡായിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോരോ പേജുകളും ഓരോരോ സെക്ഷനുകളും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഒരു പ്രോംപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ നമുക്കായിട്ട് കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു സൈറ്റ് മാപ്പ് നമുക്ക് കൃത്യമായി ഉണ്ടാക്കി തരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഉണ്ടാക്കി തരുമ്പോഴത്തേക്ക് നമുക്കിതിൽ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻസുകളും നമുക്ക് നോക്കി മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്കൊരു നാവ് ബാർ ഉണ്ടായിരിക്കണം, അതിനകത്ത് അതുപോലെ തന്നെ ഹീറോ ഹെഡർ സെക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഫീച്ചർ സെക്ഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ളത് അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. നമുക്കത് നോക്കി അത് വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതെല്ലാം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ്മെൻറ്റ് വല്ലതും മാറ്റണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് മാറ്റാൻ പറ്റും. ഇനി പുതിയൊരു സെക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബ്ലാങ്ക് സെക്ഷനിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ പോയി കിട്ടും. അങ്ങനെ
നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സൈറ്റിൽ എന്തൊക്കെ വേണമോ അതാണ് പ്രോപ്പർ സൈറ്റ് മാപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ പേജ് വേണം, എബൌട്ട് എന്നൊരു സെക്ഷൻ ഉണ്ടായിരിക്കണം, പോർട്ട്ഫോളിയോ എന്നൊരു സെക്ഷൻ ഉണ്ടായിരിക്കണം, സർവീസസ്, കോൺടാക്റ്റ്, പ്രോജക്ട്സ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയ്ക്കകത്ത് വരണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സൈറ്റ് മാപ്പ് നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ ഏരിയയിലും വന്നുകൊണ്ട് നമുക്ക് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനിൽ ആ ഒരു പേജിൽ എന്തൊക്കെ വേണം എന്നുള്ളത് വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എബൌട്ട് വേണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ല നമുക്കത് വേണ്ടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എബൌട്ടിന് വേണ്ടുന്നത് ജനറേറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിൽ എന്തൊക്കെ വരണം, എബൌട്ട് സെക്ഷൻ ഉണ്ടായിരിക്കണം, അതിൽ കുറച്ച് ടെസ്റ്റിമോണിയൽ സെക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ടീം സെക്ഷൻ ഉണ്ടായിരിക്കണം, അതെല്ലാം അത് നമുക്കായിട്ട് പറഞ്ഞു തരുന്നു. അതാണ് ഒരു പ്രോപ്പർ സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ പേജിൽ വന്നിട്ട് ജനറേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഓരോ സെക്ഷനുകളും അതിൽ വേണ്ടുന്നത് അത് തന്നെ നമുക്കായി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഫ്രഷറായിട്ട് പുതുതായിട്ടൊക്കെ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ വരുന്ന ആൾക്കാർ ഓർത്തിരിക്കുക, ജസ്റ്റ് ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് കയറി നമ്മൾ ഡിസൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പേ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിംഗ് പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം നല്ലൊരു സൈറ്റ് മാപ്പ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ വെബ്സൈറ്റ്. അപ്പോൾ ഈ സൈറ്റ് മാപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നു. അതിൻ്റെ ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ചും പുതിയ ആൾക്കാർക്കൊക്കെ തന്നെ. അപ്പോൾ ഓരോ പേജുകളിലും വന്നുകൊണ്ട് നിങ്ങൾ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ പേജിനകത്തുള്ള കണ്ടൻറ്റുകൾ അത് തന്നെ കൃത്യമായിട്ട് ശരിയാക്കി നമുക്ക് തരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എല്ലാ പേജുകളും നമുക്ക് വേണ്ടുന്ന സൈറ്റ് മാപ്പ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൃത്യമായിട്ട് നമുക്കൊരു സൈറ്റ് മാപ്പ് റെഡിയായി കഴിഞ്ഞു. സൈറ്റ് മാപ്പ് ഉള്ളതെല്ലാം ഓരോ പേജുകളും നിങ്ങൾ വായിച്ച് നോക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു പേജിൽ ഈ സെക്ഷനുകൾ വേണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ആയിട്ട് അങ്ങനെ കിടക്കട്ടെ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്തോളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ നല്ലൊരു സൈറ്റ് മാപ്പ് ഉണ്ടാക്കി വെച്ചു. ഹോം പേജിൽ ഇത്രയും കാര്യം വേണം, മറ്റുള്ള പേജുകളിൽ ഇത്രയും കാര്യം വേണം എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇനി പ്രോജക്റ്റ് നമുക്കൊരു പേര് കൊടുക്കാം. അതിന് ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ uxuimania വെബ്സൈറ്റ് എന്ന് ചുമ്മാ ഞാനൊരു പേര് കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം ആ ഒരു പേരിൽ നമ്മളൊരു പേര് കൊടുത്തു, ആ എടുത്തതിന് ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് മാപ്പ് നിങ്ങൾക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് മാപ്പ് നിങ്ങളുടെ ക്ലയൻറ്റിനെ കാണിക്കാം. നിങ്ങളുടെ ക്ലയൻറ്റിനോട് ഇത്രയും സെക്ഷനാണ് വരാൻ പോകുന്നത്, ഹോം പേജിൽ ഇന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, ഈ പേജുകളിലെല്ലാം ഇന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള ക്ലയൻറ്റിനെ കാണിക്കുമ്പോൾ ക്ലയൻറ്റ് പറയുന്നു ഇതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു പേജിൽ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ ഇന്ന സെക്ഷൻ കൂടെ ആഡ് ചെയ്യണം തുടങ്ങിയ നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു. അതിവിടെ വന്ന് നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എഡിറ്റ് ചെയ്ത് സൈറ്റ് മാപ്പ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാവൂ. അപ്പോൾ ഇതുപോലെ സൈറ്റ് മാപ്പ് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിൽ വയർ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി തന്ന സൈറ്റ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കലി റെല്യൂമേ തന്നെ നമുക്ക് വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കൊടുത്ത ആ ഒരു സെയിം ഡാറ്റ എങ്ങനെയാണോ അത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഡിസൈൻ ടൂളിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നത്, അതേപോലെ അത് നമുക്കായിട്ട് ഒരു വയർ ഫ്രെയിംസുകൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്ന് നിങ്ങളൊരു പെയ്ഡ് വെർഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കുറേയും കൂടെ പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രീയിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫ്രീ തന്നെ ചെയ്ത് ആദ്യം തന്നെ മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് അല്ല, പ്രൈസിങ് പേജിൽ പോയി കഴിഞ്ഞാൽ കാണാം, relume.ioയ്ക്കകത്ത് പ്രൈസിങ് പേജിൽ പോയാൽ അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ ഒരു പെയ്ഡ് സർവീസ് എടുത്താൽ വളരെ വളരെ നല്ലൊരു കാര്യമാണ്. എനിവേ നമുക്ക് ഫ്രീയിൽ നിന്ന് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ, സൈറ്റ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നാവിഗേഷൻ ഏരിയ, അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു സൂപ്പർ ഹീറോ ഏരിയ, അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നൊരു എബൌട്ട് സെക്ഷൻ, അതിൻ്റെ ഒരു ഗാലറി സെക്ഷൻ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫൂട്ടർ, മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ല പ്രൊഫഷണലായ രീതിയിൽ തന്നെ നമുക്കൊരു വയർ ഫ്രെയിമും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നുകൊണ്ട് ഈ വയർ ഫ്രെയിമിനെ നമുക്ക് റൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടു Figma, എക്സ്പോർട്ട് ടു വെബ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് 2 ബട്ടൺസുകൾ ടോപ്പിൽ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വയർ ഫ്രെയിമിനെ വെബ് ഫ്ലോയിൽ കൊണ്ടുപോയി നേരിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതല്ല ഫിഗ്മയിൽ പോയി ജസ്റ്റ് പോയി ഡിസൈൻ ചെയ്താൽ മതിയെങ്കിൽ എക്സ്പോർട്ട് ടു ഫിഗ്മ കൊടുത്ത് ഫിഗ്മയിൽ പോയി ഇതിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് രണ്ടിനുമുള്ള സാങ്കേതികമായിട്ടുള്ള ഇത് തരുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ടു ഫിഗ്മ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നമുക്ക് ഫിഗ്മയ്ക്കകത്തായിട്ട് ഈ ഒരു റിലൂമയുടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്ലഗിൻ നമുക്കായിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പ്ലഗിൻ ആദ്യം അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിഗ്മയ്ക്കകത്ത് റിലൂമയുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഗ്മയിൽ റിലൂമെ
പ്ലഗിൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെലൂമയുടെ പ്ലഗിൻ ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ റെലൂമയുടെ പ്ലഗിനകത്ത് റെലൂമയും ഫിഗ്മയും തമ്മിലുള്ള ഒരു ലോഗിൻഡ് ആയിട്ടുള്ള രീതിയിൽ രണ്ടും മ്യൂച്വലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മളിവിടെ ലോഗിൻ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ലോഗിൻ പാസ്വേഡ് യൂസർ നെയിം ഒക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് സക്സസ്ഫുള്ളി ലിങ്ക്ഡ്, അതായത് ആ ഒരു അക്കൗണ്ടും ഇതുമായിട്ട് ലിങ്ക് സക്സസ്ഫുള്ളായെന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും ലോഗിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. ഇതിൽ ഞാൻ ചെയ്ത വെബ്സൈറ്റ്, നേരത്തെ ചെയ്ത uxuimania വെബ്സൈറ്റ് എന്നുള്ള പേരിൽ നമ്മളിവിടെ ചെയ്തത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ വന്ന് ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീണ്ടും ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഫിഗ്മയിലേക്ക് വരിക, ഇവിടെയായിട്ട് റീസിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയായിട്ട് റീസിങ്ക് ചെയ്യും. അപ്പോൾ ആ മാറ്റങ്ങൾ ഞാൻ റെലൂമേ ചെയ്യുന്നു, ഇവിടെയായിട്ട് സിങ്ക് ചെയ്ത് ഫിഗ്മയിൽ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഈ പ്രോജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇവിടെ ആയിട്ട് കാണിക്കും. അതിനകത്ത് ആഡ് സൈറ്റ് മാപ്പ്, ആഡ് വയർ ഫ്രെയിം, രണ്ട് സെക്ഷൻസുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത സൈറ്റ് മാപ്പും വയർ ഫ്രെയിമും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൽ ആഡ് സൈറ്റ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത സൈറ്റ് മാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞു. ഉണ്ടോ, ഫിഗ്മയ്ക്കകത്ത് നമ്മൾ ചെയ്ത ആ ഒരു സൈറ്റ് മാപ്പ് വന്നു കഴിഞ്ഞു. ഇതേപോലെ തന്നെ വയർ ഫ്രെയിം നമുക്ക് ഇതിൻ്റെ വയർ ഫ്രെയിമും അതുപോലെ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ വയർ ഫ്രെയിം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വലിയൊരു പ്രൈസ് ഇല്ല, വലിയൊരു രീതിയിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാത്ത തരത്തിൽ നമുക്കിതിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ജോലികൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കഴിയുമെങ്കിൽ ഒരു പെയ്ഡ് സർവീസ് തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. എനിവേ ഈ സൈറ്റ് മാപ്പ് വന്നതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആഡ് വയർ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്ത അതേ വയർ ഫ്രെയിമുകളും ഇവിടെയായിട്ട് നിങ്ങളുടെ ഫിഗ്മയിലേക്ക് ഓപ്പൺ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെലൂമിൽ നമ്മൾ ഉണ്ടാക്കുന്നു, അത് നമുക്കായിട്ട് സൈറ്റ് മാപ്പും വയർ ഫ്രെയിം ഉണ്ടാക്കി തരുന്നു. ഇതിന് നമ്മൾ അതുപോലെ കൊണ്ട് ഫിഗ്മയിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും റെലൂമയുടെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗ്മ കിറ്റ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സെക്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അത്രയും UI കിറ്റ് നമുക്കായിട്ട് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ആ UI കിറ്റ് ഓപ്പൺ ഇൻ ഫിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ UI കിറ്റ് നിങ്ങൾക്ക് ഫിഗ്മയ്ക്കകത്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ഫിഗ്മയ്ക്കകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫിഗ്മ ഓപ്പൺ ചെയ്ത ഫയൽ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ വന്ന് ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് സെക്ഷൻസുകൾ, അതിൻ്റെ ഓരോ കോമ്പണൻസുകളും ഇവിടെ നമുക്കായിട്ട് പ്രത്യേകം അവർ ചെയ്തു തന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അതിന് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായി നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം പ്രത്യേകം കോമ്പണൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതുപോലെ തന്നെ പേജിൻ്റെ ടെംപ്ലേറ്റ്സുകൾ ഒരുപാട് പേജ് ടെംപ്ലേറ്റ്സുകൾ നമുക്കായിട്ട് ചെയ്തു തന്നിരിക്കുകയാണ്. ഈ ടെംപ്ലേറ്റ്സുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് മറ്റൊരു ഡിസൈനിൽ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത വയർ ഫ്രെയിം അടിസ്ഥാനത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഫിഗ്മയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. അതിൻ്റെ UI കിറ്റ് ഡൗൺലോഡ് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഫിഗ്മ UI കിറ്റ് എന്ന് പറയുന്നൊരു ഏരിയയും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ വയർ ഫ്രെയിം ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഇമേജുകൾ, അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി, അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഒരു ഫിഗ്മയ്ക്കകത്ത് വന്നതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം അതെല്ലാം നിങ്ങൾക്ക് ഈ ഡിസൈനിലോട്ട് നേരിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ ക്വിക്കായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡിങ്ങിലേക്ക് മാറ്റി ഒരു സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ റെലൂമിൽ എന്ത് മാറ്റം വരുത്തുന്നോ ആ മാറ്റങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഫിഗ്മയ്ക്കകത്ത് വന്ന് ഫിഗ്മയിലെ റെലൂമയുടെ പ്ലഗിൻ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സിങ്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ മാറ്റങ്ങൾ ഇവിടെ പെട്ടെന്ന് പ്രതിഫലിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും സഹായിക്കും. അപ്പോൾ റെലൂമേ ടു ഫിഗ്മ ചെയ്യുന്നൊരു രീതിയാണ് ഈ പറഞ്ഞത്. അടുത്തതായിട്ട് ഇതേ ഡിസൈൻസുകൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വെബ് ഫ്ലോയിലേക്കും കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ടും നേരിട്ട് ഇവിടെ വരിക. നിങ്ങൾ ഈ ചെയ്ത ഒരു ഡിസൈൻസുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ടു വെബ് ഫ്ലോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വെബ് ഫ്ലോയിലേക്ക് പോകാനും നമ്മൾ ഇതിൻ്റെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ ഈ പ്ലാൻ അനുസരിച്ച് ഇതുപോലെ കോപ്പി ചെയ്യാം. നിങ്ങളുടെ വെബ് ഫ്ലോയിലേക്ക് വരിക, ജസ്റ്റ് Ctrl+V അഥവാ പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡിസൈൻ ഇവിടെ വരുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിസൈൻ എഡിറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് സൈറ്റ് ഡിസൈൻ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഏരിയയിലും നിങ്ങൾ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിമിൻ്റെ ഒരു ഏരിയ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലായിട്ട് റീപ്ലേസ് കോമ്പണൻറ്റ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഒരേ ഏരിയയുടെ പല പല ഡിസൈൻസുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. അതായത് ഹെഡറിൻ്റെ പല സ്റ്റൈലുകൾ ഇവിടെ കാണും. അതിൽ ഇഷ്ടമുള്ളവരെണ്ണം സെലക്ട് ചെയ്യുക. അതായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലേഔട്ട് റെഡി. അപ്പോൾ ഒരുപാട് പ്ലഗിൻസുകളും ഒരുപാട് ടെംപ്ലേറ്റ്സുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു വയർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ അത്യാവശ്യം ഈ ഒരു റെലൂമയുടെ ഒരു പെയ്ഡ് പ്ലാൻ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈറ്റ് മാപ്പ്, അതുപോലെ തന്നെ വയർ ഫ്രെയിം, അതുപോലെ തന്നെ ഫിഗ്മയിലെ ഡിസൈൻ, അതുപോലെ തന്നെ വെബ് ഫ്ലോയിലിട്ട് അതിനെ കോഡാക്കി പബ്ലിഷ് ചെയ്യാൻ വളരെ ചെറിയൊരു സമയം മതി എന്നുള്ളതാണ് റെലൂമയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെലൂമെ പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഡിസൈനേഴ്സും ലോഗിൻ ചെയ്യുക. കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു പെയ്ഡ് വെർഷൻ എടുക്കുക. വളരെ ക്വിക്കായിട്ട് നിങ്ങളുടെ ആശയങ്ങളെ വെബ്സൈറ്റുകളാക്കി മാറ്റുക. വളരെ പെട്ടെന്ന് വെബ് ഫ്ലോയുടെയും ഫിഗ്മയുടെ സഹായത്തോടു കൂടി ഒരു ലൈവ് വെബ്സൈറ്റ് ആക്കി മാറ്റിക്കൊള്ളുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഡിസൈനേഴ്സിനും ഈ ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകട്ടെ. എല്ലാ ഡിസൈനേഴ്സിലേക്ക് ദയവ് ചെയ്ത് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.